ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ഇതിലൂടെ തന്നെ കാണുന്നുണ്ടല്ലോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ് നമുക്ക് കാട്ടിത്തരുന്നത്? കാട്ടിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെ ഒരു മൃഗസ്നേഹം എന്ന പേരിൽ വെറുതെ ഓരോ ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കൊക്കെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ ക്ഷമ പരീക്ഷിക്കുന്ന വിധത്തിൽ കൊട്ടി ഘോഷിച്ച് അവർക്ക് മുന്നിലിട്ട് ആർപ്പ് വിളികളും കൊട്ടി ഘോഷിക്കലും നടത്തി അവിടെ അതുപോലെ തന്നെ മരുന്ന് പോലെയുള്ള വെടിക്കെട്ട് പോലെയുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ട് ഒടുവിൽ ആ ആനകളെ നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ആനകളെ നമ്മൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. നാട്ടാന കാട്ടാന എന്നു പേരുള്ള ഓരോ വിധത്തിലുള്ള ആനകൾ. ശരിക്കും ആനകളെല്ലാം ഒന്നാണ്. കാട്ടാനകൾ മാത്രമല്ല വന്യജീവികൾ വന്യ ആക്രമണ സ്വഭാവം കാണിക്കും. അവർ വന്യജീവികൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എത്ര മെരുക്കിയെടുത്താലും എന്ത് തന്നെ കാണിച്ചാലും അവർ അവരുടെ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. അവർക്ക് ഡിസ്റ്റർബ് ആകുന്ന തരത്തിൽ നമ്മൾ തന്നെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ലാസ്റ്റ് നമ്മളിൽ ഓരോരുത്തരുടേതായിട്ടുള്ള ജീവിതങ്ങൾ ആ വന്യജീവികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാണുന്ന ഉത്സവങ്ങൾ ആളുകൾക്ക് ഈ അടുത്ത കാലത്തായി ആളുകൾക്ക് ആഘോഷങ്ങളിൽ അതിഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു ഉത്സാഹമാണ്. ഒരുപക്ഷെ നല്ലതാണ്, ആഘോഷങ്ങൾ നല്ലതാണ് എന്ന് കരുതി അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത്. എന്തൊക്കെയുണ്ട്? വെടിക്കെട്ടുണ്ട്, എല്ലാം ഉണ്ട്, പലതും ഉണ്ട്. നമുക്ക് ഉത്സവത്തിലൊക്കെ ഉത്സവങ്ങൾക്കും അതുപോലെ നേർച്ചകൾക്കൊക്കെ ആഘോഷിക്കാൻ തരത്തിലുള്ള പലതും ഉണ്ട്. അതിനിടയ്ക്ക് എന്തിനാണ് വേറൊരു മൃഗത്തിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അവരെ വെറുതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവരെ അലോസരപ്പെടുത്തിയിട്ട് നമ്മൾ തന്നെ അതിനനുസരിച്ചിട്ട് പിന്നെ ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇത് നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാട്ടാനകൾ വന്ന് നാട്ടിലെ ഒരാളെ കൊന്നാൽ ഭയങ്കര സമരം, ഭയങ്കര വിപ്ലവം. ഇപ്പോ നാട്ടിൽ പൊന്നോമനിച്ച് വളർത്തുന്ന ആനകൾ ആളുകളെ കൊന്ന് തള്ളിയാൽ അതുപോലെ തന്നെ ആളുകൾക്ക് വിപ്ലവം വിളിക്കാനും സമരം ചെയ്യാനും ഈ ബിസിനസ് ഒന്ന് അവസാനിപ്പിക്കാനും കഴിയില്ലേ? ആളുകൾ തന്നെ മുൻകൈ എടുക്കണം. മേലാധികാരികളുടെ കണ്ണ് തുറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും മുൻകൈ എടുത്ത് സമരം ചെയ്ത് ഈ ആനകളെ വെച്ചുള്ള ഈ ബിസിനസ് അവസാനിപ്പിക്കണം. നമുക്ക് നമ്മുടെ ചിലർക്ക് ആന ഭയങ്കര പ്രേമികളാണ്, ആനപ്രേമികൾ. അങ്ങനെ പ്രേമുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക, അവരെ കാട്ടിലേക്ക് അവരെ വിടുക. അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അല്ലാതെ നാട്ടിൽ കൊടുന്ന് നമ്മൾ മെരുക്കിയെടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് താളം കൊട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എത്ര മെരുക്കിയെടുത്തിട്ടും കാര്യമില്ല. എന്തേലും ഒരു അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ അവരുടെ നാച്ചുറൽ സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. ആനപ്രേമികൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർ അവരുടേതായ സ്ഥലത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ കാട്ടിൽ വളരട്ടെ. എത്രയെത്ര മൃഗങ്ങളെ നമ്മൾ സർക്കാരുകൾ ഇതേപോലെ കാട്ടിൽ സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ ആനകളും സംരക്ഷിക്കപ്പെടട്ടെ. അവർ അവരുടേതായ രീതിയിൽ കാട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുക. എന്തായാലും ഇനിയും നാട്ടാന കാട്ടാന എന്നുള്ള പേരിൽ വേറൊരു ജീവൻ പൊലിയാതിരിക്കട്ടെ. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത കാലത്ത് ഒരു നേർച്ചക്ക് ഒരാളെ കൊന്നില്ലേ, ഒരാന. അത് ഞാൻ ഇതിൽ വീഡിയോ ഇട്ടിരുന്നു. രണ്ടാമത്തെ അത് ഞാൻ എൻ്റെ കണ്ണ് കൊണ്ട് കണ്ടതാണ്. അവിടെ അപ്പോഴുണ്ടായ ഒരു ഭീകര അന്തരീക്ഷം അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഇതിനെക്കുറിച്ചൊന്ന് ഒരു പൊതുവായിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള ഭീകരാന്തരീക്ഷങ്ങൾ ഇല്ലാതിരിക്കട്ടെ, ഒരുപാട് മരണങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.